കിഷ്കിന്ദ കാണ്ഡം, റൈറ്റർ ബാഹുൽ രമേശ്, ഡയറക്ടർ ദിൻജിത്ത് അയ്യത്ത. സ്റ്റാറിംഗ് ആസിഫ് അലി, വിജയരാഘവൻ, അശോകൻ, ജഗദീഷ്, അപർണ ബാർമറി. സോ ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓണത്തിന് വന്നിട്ടുള്ള ARMൻ്റെ കൂടെ റിലീസ് സിനിമയാണ്. സോ ഇതിൻ്റെ ക്യാമറയും ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശ് തന്നെയാണ്. സോ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് പറയാനുള്ളതും ബാഹുൽ രമേശ് എന്ന് പറയുന്ന റൈറ്ററിനെ പറ്റിയിട്ട് തന്നെയാണ്. സോ ഒരു സിനിമ നമ്മളത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻ പ്ലേ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കാരണം ഈ സിനിമ ഇതിൻ്റെ കോർ പ്ലോട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും മാറിപ്പോകുന്നില്ല. സോ അങ്ങനെ മാറാതിരിക്കുന്നതിനെ കൊണ്ടോ വേറെ തലങ്ങൾ കാണിക്കാതിരിക്കുന്നതിനെ കൊണ്ടോ പ്രേക്ഷകന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ സിനിമ ഫീൽ ചെയ്യിക്കുന്നില്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കോറായിട്ടുള്ള സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആണ്. ഇതിനകത്ത് വന്നിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ആക്ച്വലി ഈ സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പ്രേക്ഷകന് ഈ കാണുന്ന പ്രേക്ഷകന് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പോയിക്കൊണ്ട്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്കുള്ള വന്ന് നോക്കുന്ന സമയത്തേക്ക് നമുക്ക് കാര്യമായിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നതിന് പക്ഷേ അത് ബിൽഡ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിൻ്റെ ക്യാമറയും കൈകാര്യം ചെയ്തിട്ടുള്ള ആക്ച്വലി ബാഹുൽ രമേശാണ്. സോ ബാഹുൽ രമേശ് ആക്ച്വലി ഈ സിനിമയുടെ ഹാർട്ട് ആൻഡ് സോൾ കൺസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് സ്റ്റേജ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വയനാട് ആ ഭാഗത്തുള്ളൊരു ഏരിയയാണ് സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനത്തുള്ളൊരു മിസ്റ്ററി ത്രില്ലറൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ കിഷ്കിന്ദ കാണ്ഡം ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടും ഇത് ഈ ഒരു സിനിമ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആസിഫ് അലി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഉണ്ട്. അതല്ലാതെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് വിജയരാഘവൻ്റെ ക്യാരക്ടറാണ്. വിജയരാഘവൻ പുള്ളിക്കാരൻ ആക്ച്വലി നമുക്ക് പുള്ളിക്കാരൻ നമ്മൾ ആദ്യം മുതലേ കാണിക്കുന്നു. ആദ്യം മുതലേ തന്നെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഈ പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരിക്കും ആദ്യം. പിന്നെ നമ്മൾ ഈ സിനിമ മുമ്പോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെന്താണ് ഇതുപോലെ പെരുമാറുന്നത് എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും വേറെ ആംഗിളിലേക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ട് വിജയരാഘവൻ മാറുന്നത്. സോ വിജയരാഘവൻ അത് ഗംഭീരമായിട്ട് അത് പ്ലേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു പറയുന്നത് ഒരു ക്യാരക്ടർ നമ്മൾ അത്രയും കൺസീവ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു, അതുപോലെ വിജയരാഘവൻ അത് ആക്ച്വലി കൺസീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പല ഇമോഷൻസ് വിജയരാഘവൻ വന്നിട്ട് ആക്ച്വലി ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പറയുന്നത് ആ ക്യാരക്ടറിനെ അത്രയും വന്നിട്ട് നമ്മൾ ഇൻവോക്ക് ചെയ്തിട്ട് നമ്മൾ അഭിനയിക്കാന്നുള്ളൂ. അതുപോലെയാണ്. അതുപോലെ തന്നെ ആസിഫ് അലി അറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലോപ്പിൻ്റെ ഒരു സീരീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പം തലവൻ വന്നിട്ട് വലിയൊരു ഹിറ്റ് ആസിഫ് അലിക്ക് സമ്മാനിച്ചു. അതുപോലെ തന്നെ ഇപ്പം കിഷ്കിന്ദ കാണ്ഡം വന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു ട്രെൻഡ് നോക്കിയാൽ തന്നെ, അതായത് ഈ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെൻഡ് നോക്കിയാൽ തന്നെ ഇങ്ങനെ മനസ്സിലാവും. ഗ്രാജുവലി ഒരു ഇൻക്രീസ് ആണ് ആക്ച്വലി പടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ARMൻ്റെ കൂടെ റിലീസ് ചെയ്യുന്നു, ഓണത്തിൻ്റെ ഒരു ഫിലിമായിട്ട് റിലീസ് ചെയ്യുന്നു. സോ ARM ആണ് ഇനീഷ്യൽ വീക്കൊക്കെ ഭയങ്കരമായിട്ട് പോയിട്ടുള്ളത്. സോ ഇന്നലെ ഇപ്പം ബുക്ക് മൈ ഷോ ഇന്നലെയൊക്കെ ആയിട്ട് ബുക്ക് മൈ ഷോ നോക്കുവാണെങ്കിൽ, ഐ മീൻ ദ സെക്കൻഡ് ഫ്രൈഡേ നോക്കുവാണെങ്കിൽ ARMനെക്കാട്ടും ടിക്കറ്റ് BMSൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് കിഷ്കിന്ദയാണ്. സോ അതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ സിനിമ അത് മൗത്ത് പബ്ലിസിറ്റി എത്രത്തോളം അതിനെ കൊണ്ടുവന്ന് മുമ്പിലേക്ക് എത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആക്ച്വലി കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്. സോ നമുക്ക് പറഞ്ഞില്ലേ ഈ സിനിമ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്, സ്ലോ ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ ഒരു മൈൻഡ് സെറ്റിൽ ഈ സിനിമ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് തരുന്നുണ്ട്. സോ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് സൂരജ് ES ആണ്. വളരെ റിസ്ക് ഉള്ള ഒരു എഡിറ്റിംഗ് പ്രക്രിയയാണ് ആക്ച്വലി ഈ സിനിമയ്ക്കുള്ളത്. കാരണം നോൺ ലീനിയർ ആണ്. അറ്റ് ദ സെയിം ടൈം നോൺ ലീനിയർ എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം നോൺ ലീനിയർ അല്ല, എന്നാൽ പോലും വന്നിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കുറച്ചും കൂടി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും പ്രേക്ഷകനെ മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ത്രെഡ് പൊട്ടിപ്പോകും. കാരണം പറഞ്ഞാൽ അത്രയും സ്ലോലി ഇമോഷണലി ബിൽഡ് ചെയ്യുന്ന ഒരു സിനിമയാകുന്ന സമയത്ത് ഈ ത്രെഡ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകനൊന്നും മനസ്സിലാവില്ല. സോ എഡിറ്റർ ഇതിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ എഡിറ്റിംഗ് ബൈ സൂരജ് ഇസ് ടു ഗുഡ്, ആപ്റ്റ്. മ്യൂസിക് മുജീബാണ് ചെയ്തിട്ടുള്ളത്. പാട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക് ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയൽ ആറൊക്കെ പോലെ തന്നെ സെയിം ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ എനിക്ക് ഫീൽ ചെയ്ത് ഈ മ്യൂസിക് ഞാൻ എവിടെയോ കേട്ടില്ല. ഇൻഡസ്ട്രിയൽ ആറിൽ ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് കാണുന്ന സമയത്ത്, അതായത് ആ സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ മ്യൂസിക് ബിൽഡ് ചെയ്യണം. ആ ടൈപ്പ് ഒരു ടെൻഷൻ മ്യൂസിക് വന്നിട്ട് ഇതിനകത്ത് ബിൽഡിങ് അത് ആ മ്യൂസിക് ആക്ച്വലി ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ
അത് ഭയങ്കരമായിട്ട് ഈ മൂവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇന്റർവെല്ലിലേക്കൊക്കെ വരുന്ന സമയത്തേക്ക്. ഐ മീൻ ഒരുപാട് ഹെവി മ്യൂസിക് ഇല്ലാതെ ഒരു ലൈറ്റ് മ്യൂസിക്, എന്നാൽ നമുക്ക് ഇത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ലാസ്റ്റ് വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന കാര്യത്തിൽ മ്യൂസിക്കും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നത്. അപ്പാർട്ട് ഫ്രം വിജയരാഘവൻ ആൻഡ് ആസിഫ് അലി, അപർണ ബാലമുരളിയൊക്കെ ഞാൻ, അതുപോലെ തന്നെ നിഷാൻ, നമ്മുടെ അപൂർവരാഗം അതിനകത്തുള്ള പുള്ളിക്കാരനുണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ അശോകൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നത്, ജഗദീഷ് ഒരു ചെറിയ ക്യാരക്ടർ, ഇവരെല്ലാവരും വന്നിട്ട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്മൻസ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ടെൻസ് സിറ്റുവേഷൻ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എൻ്റെലേക്ക് വരുന്ന സമയത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് കൂടി വന്നിട്ട് അത് അവസാനിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പേഴ്സണലി ആണ്, എൻ്റെ വളരെ സ്ട്രിക്ട്ലി പേഴ്സണലി ഒപ്പീനിയൻ ആണിത്. എനിക്ക് വന്നിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമാക്സ് ഒക്കെ കൺവിൻസ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാനത് പേഴ്സണലി ഭയങ്കര നല്ല അഭിപ്രായം കണ്ട് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് വീക്ക് പോകേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ ഇതിൻ്റെ ക്ലൈമാക്സിലുണ്ട്. ആ എക്സ്പെക്ടേഷൻ വന്നിട്ട് ആ ലെവലിലേക്ക് പോയെന്ന് ചോദിച്ചാൽ അത് പോയില്ല. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു ഗംഭീരത കൊണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് ആക്ച്വലി കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞില്ലേ, ആ ഇനീഷ്യൽ 2024 ഫസ്റ്റത്തെ ഭാഗം പോയപ്പോൾ പിന്നെ നമുക്കൊരു ഹിറ്റ് വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ കറക്റ്റായിട്ട് ARMും അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡവും നമുക്ക് വന്നിട്ടുണ്ട്. പെപ്പയുടെ ഫിലിമും നല്ലതാണെന്ന് നോക്കുന്നത്, പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ല. സോ കിഷ്കിന്ധാകാന്ഡം ഓൺ ആൻ ഓവറോൾ വെരി ഡീസൻ്റ്ലി എക്സിക്യൂട്ടഡ് ഇമോഷണൽ ത്രില്ലറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് കിഷ്കിന്ധാകാന്ഡം ഇൻ തിയേറ്റേഴ്സ്. ബൈ.